ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ഏനമാവിലെ കുപ്പിക്കഴുത്ത് യാത്രാ ദുരിതം വർദ്ധിപ്പിക്കുന്നു. വീതി കുറഞ്ഞ റോഡിൽ വാഹനങ്ങൾ വരികിടക്കേണ്ടി വരുന്നത് മണിക്കൂറുകളോളം. കുതിരാനിൽ ഒറ്റയാനെ പിടികൂടാൻ നടപടികൾ ഊർജിതമാക്കി വനം വകുപ്പ്. കുതിരാനിൽ തുരങ്കം വന്നതിന് ശേഷമാണ് പ്രദേശത്ത് വന്യമൃഗശല്യം വർദ്ധിച്ചതെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മാണത്തിന് മുകേഷ് അംബാനി 15 കോടി രൂപയുടെ ചെക്ക് കൈമാറി. ആശുപത്രി നിർമ്മാണത്തിന് 58 കോടി രൂപയുടെ പദ്ധതിയാണ് ദേവസ്വം സമർപ്പിച്ചിട്ടുള്ളത്. വിശദാംശങ്ങളിലേക്ക്. വെങ്കടങ്ങ് ഏനമാവിലെ കുപ്പിക്കഴുത്ത് മൂലം വാഹനയാത്രികരും നാട്ടുകാരും വർഷങ്ങളായി ദുരിതത്തിൽ. കാഞ്ഞാണി ചാവക്കാട് പൊതുമരാമത്ത് റോഡിൽ ഏനാമാവ് പള്ളിനടയ്ക്ക് സമീപമാണ് ഗതാഗതക്കുരുക്കും വാഹനാപകടങ്ങളും പതിവാകുന്നത്. ഒരു സമയം ഒരു വാഹനത്തിനു മാത്രമേ റോഡിന്റെ വീതി കുറഞ്ഞ ഈ ഭാഗത്തുകൂടി കടന്നുപോകാനാകൂ. റോഡിന് ഇരുവശത്തും വീടും മതിലുമാണ്. ബസ്സുകളും ഇരുചക്ര വാഹനങ്ങളും ഉൾപ്പെടെയുള്ളവ ഇരുവശങ്ങളിലും ഏറെ നേരം ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ്. ഇവിടുത്തെ ഗതാഗതക്കുരുക്കഴിക്കാൻ നടപടി തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതായി. പ്രഖ്യാപനങ്ങൾ പലത് നടത്തിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല. മാറി മാറി വന്ന MLA മാർ ഫണ്ട് അനുവദിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പൊതുമരാമത്ത് വകുപ്പും റവന്യൂ വകുപ്പും റോഡ് അളന്ന് തിട്ടപ്പെടുത്തുകയും ഏറ്റെടുക്കേണ്ട ഭൂമി അടയാളപ്പെടുത്തി കല്ലുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. റോഡിന് ഇരുവശവുമുള്ള സ്വകാര്യ വ്യക്തികൾ ഭൂമി വിട്ടു നൽകുന്നതിന് ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് നടന്ന ചർച്ചകളിൽ മാന്യമായ നഷ്ടപരിഹാരം സ്വീകരിച്ച് സ്ഥലം നൽകാൻ തയ്യാറായിട്ടുണ്ട്. TCV ന്യൂസ്, പാവറട്ടി. കുതിരാനിൽ ഒറ്റയാനെ പിടികൂടാൻ നടപടികൾ ഊർജിതമാക്കി വനം വകുപ്പ്. സാഹചര്യം വിലയിരുത്താൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ആനയെ മയക്കുവെടി വയ്ക്കുവാനാണ് വനം വകുപ്പിന്റെ ആലോചന. ആനയെ വരുതിയിലാക്കാൻ വയനാട്ടിൽ നിന്നും എത്തിച്ച കുങ്കിയാനകൾ പ്രദേശത്ത് തുടരുകയാണ്. പ്രദേശവാസികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന നടപടികൾക്കാണ് വനംവകുപ്പ് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രദേശത്ത് ഡ്രോൺ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. കൊമ്പന് മതപ്പാടുള്ളതിനാൽ ദൌത്യം സങ്കീർണമാകുമെന്നാണ് വിലയിരുത്തൽ. കുതിരാനിൽ തുരങ്കം വന്നതിന് ശേഷമാണ് പ്രദേശത്ത് വന്യമൃഗശല്യം വർദ്ധിച്ചതെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. വനത്തിലൂടെ പാതകളും തുരങ്കങ്ങളും ഉണ്ടാക്കുന്നത് ഗുണകരമാണോ എന്ന് ആലോചിക്കണം. റോഡുകളുടെ ആവശ്യം വരുമ്പോൾ സമ്മർദ്ദം ചെലുത്തി തുരങ്കങ്ങൾ ഉണ്ടാക്കുകയാണ്. അതേസമയം മുന്നറിയിപ്പുകൾ അവഗണിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുതിരാൻ തുരങ്കം വന്നതിന് ശേഷമാണ് ഇത് മൂർച്ഛിച്ചതെന്നാണ്. അപ്പോൾ അത് വളരെ ഗുരുതരമായ ഒരു വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. കാനന മധ്യത്തിലൂടെ പാതകളും തുരങ്കങ്ങളും ഉണ്ടാക്കുന്നത് ഗുണകരമാണോ അല്ലയോ എന്നാലോചിക്കേണ്ട ഒരു പ്രധാന വിഷയത്തിലേക്കാണ് കുതിരാൻ സംഭവം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ബന്ധപ്പെട്ടവർ ഗൗരവത്തിൽ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. റോഡുകളുടെ ആവശ്യം വരുമ്പോൾ സമ്മർദ്ദം ചെലുത്തി സ്ഥലം വാങ്ങി റോഡുകൾ ഉണ്ടാക്കുകയും മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ചെയ്യുന്നതാണ് പലപ്പോഴും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ മുന്നറിയിപ്പുകളെ വല്ലാതെ ബാധിക്കുന്ന വിധത്തിൽ അത് വരുമ്പോൾ ഒരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമാണ് ആദ്യമായി മുമ്പിൽ വരുന്നത്. അതിരപ്പള്ളി കണ്ണംകുഴിയിൽ വലയിൽ കുടുങ്ങിയ ചീങ്കണ്ണിയെ രക്ഷപ്പെടുത്തി. ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിയെത്തുന്ന തോട്ടിൽ മത്സ്യം പിടിക്കാനിട്ടിരുന്ന വലയിലാണ് ചീങ്കണ്ണി അകപ്പെട്ടത്. കുളിക്കാനെത്തിയ യുവാക്കളാണ് ചീങ്കണ്ണിയെ കത്തി ഉപയോഗിച്ച് വല മുറിച്ച് രക്ഷപ്പെടുത്തിയത്. അവശനിലയിൽ ആയ ചീങ്കണ്ണി പുഴയിലേക്ക് ഇറങ്ങിപ്പോയി. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മാണത്തിന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി ആദ്യ ഗഡുവായി 15 കോടി രൂപയുടെ ചെക്ക് കൈമാറി. ക്ഷേത്ര ദർശനത്തിനെത്തിയ മുകേഷ് അംബാനിയെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ആശുപത്രി നിർമ്മാണത്തിന് 58 കോടി രൂപയുടെ പദ്ധതിയാണ് ദേവസ്വം സമർപ്പിച്ചിട്ടുള്ളത്. ആശുപത്രിയുടെ രൂപരേഖയും ആനകളുടെ പരിചരണത്തിനായി ദേവസ്വം തുടങ്ങാൻ ലക്ഷ്യമിടുന്ന ആധുനിക മൃഗാശുപത്രിയുടെ പദ്ധതി രേഖയും മുകേഷ് അംബാനിക്ക് സമർപ്പിച്ചു. എന്ത് സഹായവും നൽകാമെന്ന് മുകേഷ് അംബാനി ദേവസ്വം ചെയർമാൻ ഉറപ്പു നൽകി. ഗുജറാത്തിൽ റിലയൻസിന്റെ ഉടമസ്ഥതയിലുള്ള വൻതാര വന്യജീവി പരിപാലന കേന്ദ്രത്തിന്റെ പ്രവർത്തന മാതൃകയിൽ ദേവസ്വത്തിലെ ആനകൾക്ക് മികച്ച പരിപാലനം നൽകാൻ അവസരമൊരുക്കാമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ മുകേഷ് അംബാനി റോഡ് മാർഗം തെക്കേനടയിൽ ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിലെത്തി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ ചേർന്ന് പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് തെക്കേ നടപ്പന്തലിലൂടെ കിഴക്കേ ഗോപുര കവാടത്തിലെത്തി.
പൊതു അവധി ദിനത്തിൽ സ്പെഷ്യൽ ദർശന നിയന്ത്രണമുള്ളതിനാൽ 25 പേർക്കായി ശ്രീകോവിൽ നെയ്വിളക്ക് വഴിപാട് ചീട്ടാക്കിയാണ് മുകേഷ് അംബാനി ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. നാലമ്പലത്തിലെത്തി ഗുരുവായൂരപ്പനെ തൊഴുത് സോപാനപ്പടിയിൽ കാണിക്കയർപ്പിച്ചു. മേൽശാന്തിയിൽ നിന്ന് പ്രസാദം സ്വീകരിച്ച് ഉപദേവന്മാരെയും തൊഴുത് പ്രാർത്ഥിച്ചു. കൊടിമരച്ചൂട്ടിലെത്തിയ അദ്ദേഹത്തിന് കളഭവും തിരുമുടിമാലയും പഴവും പഞ്ചസാരയും അടങ്ങുന്ന പ്രസാദങ്ങൾ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നൽകി. ദേവസ്വത്തിന്റെ ഉപഹാരമായി ചുവർ ചിത്രവും സമ്മാനിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. ജനങ്ങൾക്ക് വേണ്ടി കരുതലോടെ കൂടി നിൽക്കുന്ന സർക്കാരാണിതെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. പാണഞ്ചേരി പഞ്ചായത്തിൽ വനഭൂമി ജോയിന്റ് വെരിഫിക്കേഷന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രി K രാജൻ അധ്യക്ഷത വഹിച്ചു. AC മൊയ്തീൻ MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ മന്ത്രി നിർണായകമായ തീരുമാനമെടുത്ത പോലെ തന്നെ അവകാശികളായ എല്ലാവർക്കും ഭൂമി. തൃക്കൂർ തോട്ടുമൂലയിൽ വീട് കേന്ദ്രീകരിച്ച് ചാരായമാറ്റ് നടത്തുന്നത് ഇരിങ്ങാലക്കുട എക്സൈസ് സംഘം കണ്ടെത്തി. തോട്ടുമൂല പണ്ടാരി വീട്ടിൽ സുനീഷ് വീടിന്റെ വർക്ക് ഏരിയയിലാണ് ചാരായമാറ്റ് കണ്ടെത്തിയത്. പ്രതി ഓടി രക്ഷപ്പെട്ടു. ഇരിങ്ങാലക്കുട റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ V ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വീട്ടിൽ പരിശോധന നടത്തിയത്. വീട്ടിൽ നിന്ന് 100 ലിറ്റർ വാഷും 3.5 ലിറ്റർ ചാരായവും മറ്റു ഉപകരണങ്ങളും എക്സൈസ് സംഘം കണ്ടെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ CK ചന്ദ്രൻ, EP ദിബോസ്, PM ബാബു തുടങ്ങിയവർ ചാരായം പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രൂസ് താഴത്ത്, തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയനാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക്. മുരിയാട് പാറേക്കാട്ടുകരയിൽ ആടിനെ രക്ഷിക്കാൻ കിണറ്റിൽ ഇറങ്ങിയ ആൾ കുടുങ്ങി. മുരിയാട് സ്വദേശി കൈതയിൽ വീട്ടിൽ സുരനാണ് കിണറ്റിൽ കുടുങ്ങിയത്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘമെത്തിയാണ് സുരനെ രക്ഷപ്പെടുത്തിയത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ MN സുധൻ, ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KC സജീവ് തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കുറുമാലിപ്പുഴയിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ ആളുടെ മൃതദേഹം പുഴയിൽ നിന്നും പുറത്തെടുത്തത് വരന്തരപ്പള്ളി SHO KN മനോജ്. വരന്തരപ്പള്ളി മനക്കൽക്കടവ് സ്വദേശി വെളുത്തേടത്ത് വീട്ടിൽ 55 വയസ്സുള്ള മോഹനനാണ് മരിച്ചത്. പുഴയിൽ നിന്നും മൃതദേഹം പുറത്തെടുക്കാൻ നാട്ടുകാരുടെ സഹായം തേടിയെങ്കിലും ലഭ്യമായില്ല. ഇതിനിടെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുവാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഇൻസ്പെക്ടർ മനോജ് പുഴയിലേക്ക് ഇറങ്ങി മൃതദേഹം കരയിലേക്ക് വലിച്ചെത്തിക്കുവാൻ നേതൃത്വം കൊടുത്തത്. മരിച്ച മോഹനൻ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. സാധാരണക്കാർക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം K സുരേന്ദ്രൻ പറഞ്ഞു. കടങ്ങോട് പഞ്ചായത്തിലെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം തെക്കുമുറിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. BJP വാർഡ് കൺവീനർ നിഷാദ് പനക്കിൽ അധ്യക്ഷനായി. തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ, വിപിൻ കുടിയടത്ത്, സുഭാഷ് ആദൂർ, സുഭാഷ് ഭാഗത്ത്, ജിത്തു തയ്യൂർ, E ചന്ദ്രൻ, അഭിലാഷ് കടങ്ങോട് തുടങ്ങിയവർ സംസാരിച്ചു. ദാരിദ്ര്യവിമുക്തമായി കേരളം. പുള്ളി വലിയ പ്രചരണം മമ്മൂട്ടി മോഹൻലാലിനെ കൊണ്ടുവന്നു കേരളം ദരിദ്രമുക്തമായി. ശരിയാണ്, കേരളത്തിൽ പട്ടിണി മരണമില്ല. എന്താ കാരണം? പിണറായി വിജയൻ കാരണമല്ല, മോദി കാരണം. കാരണം ഈ രാജ്യത്ത് ആരും പട്ടിണി കിടന്ന് മരിക്കാൻ പാടില്ല എന്ന ഉറച്ച നിലപാടുണ്ട് മോദിക്ക്. ഓർമ്മയില്ല, അന്ന് മോദി അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ദരിദ്ര നാരായണന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിയായിരിക്കും.
ഇയാൾ പാർലമെന്റിന്റെ പടികളിൽ നമസ്കരിച്ച് കാലെടുത്ത് വെക്കുമ്പോൾ മോദി പറഞ്ഞു, ഞാൻ ദരിദ്രന്മാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടിയായിരിക്കും. പിന്നീട് ഇങ്ങോട്ട് നടന്നതെല്ലാം നമ്മൾ കണ്ടില്ലേ, എല്ലാവർക്കും ഫ്രീ റേഷൻ. ദാരിദ്ര്യമുക്തമായി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വീടായോ? 7 ലക്ഷം വീടുകളാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ കേരളത്തിൽ അപേക്ഷ കെട്ടിക്കിടക്കുന്നത്. ഭാരതപ്പുഴയിൽ നിന്ന് മണൽ കടത്തിയ മിനി ലോറി പിടികൂടി. ചെറുതുരുത്തി CI വി വിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കഴിഞ്ഞ ദിവസം രാത്രി ലോറി പിടികൂടിയത്. ഡ്രൈവറും കൂട്ടാളികളും ഓടി രക്ഷപ്പെട്ടു. ദേശമംഗലം കൊണവള്ളി കടവ് പുഴക്കടവിൽ നിന്ന് മണൽ കയറ്റി കൊണ്ടുപോകുന്ന ലോറിയാണ് പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. സാമൂഹ്യ വിമർശനം സാഹിത്യത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് പാവങ്ങൾ എന്ന നോവലിലാണെന്ന് കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MV നാരായണൻ പറഞ്ഞു. കുഴിക്കാട്ടുശ്ശേരി സാഹിതി ഗ്രാമികയുടെ ആഭിമുഖ്യത്തിൽ പാവങ്ങൾ മലയാള വിവർത്തനത്തിന്റെ 100ാം വാർഷിക പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ചാലക്കുടി പനമ്പള്ളി കോളേജ് മലയാളം വിഭാഗത്തിന്റെ സഹകരണത്തോടെ നടത്തിയ പരിപാടിയിൽ വകുപ്പ് മേധാവി ഡോക്ടർ K ഷിജു അധ്യക്ഷത വഹിച്ചു. തുമ്പൂർ ലോഹിതാക്ഷൻ രചിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള പാവങ്ങൾ പുനരാഖ്യാനം ഡോക്ടർ സുലോചന നാലപ്പാട്ട് ആർച്ച നിഷാദിന് നൽകി പ്രകാശനം നിർവഹിച്ചു. ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ, PB ഋഷികേശൻ, NB ലക്ഷ്മി, ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ, അനീഷ്, ഹാറൂൺ റഷീദ് എന്നിവർ സംസാരിച്ചു. ചാവക്കാട് തിരുവത്ര പുത്തൻ കടപ്പുറത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് ഗൃഹനാഥന് പരിക്ക്. തിരുവത്ര പുത്തൻ കടപ്പുറം പാണ്ഡികശാല പറമ്പിൽ അഷ്റഫിനാണ് പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റ അഷ്റഫിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ലയൺസ് ക്ലബ്ബ് കുടുംബസംഗമം പ്രസിഡന്റ് സന്തോഷ് ജാക്ക് ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന അംഗം CJ ഡേവിസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി OT സൈമൺ, CD ജോൺസൺ, KR ചന്ദ്രൻ, KM ഷാജു, അന്ന ഷേർലി, ലിൻസ് സൂജു തുടങ്ങിയവർ സംസാരിച്ചു. കൊരട്ടിക്കര IFA ഫർണിച്ചർ ഷോറൂമിൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ നടന്നു. ശനിയാഴ്ച നടന്ന സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലിൽ വമ്പിച്ച ആദായ വിൽപ്പനയാണ് കൊരട്ടിക്കര IFA ഒരുക്കിയിരുന്നത്. ആദായ വിൽപ്പനയറിഞ്ഞ് വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി ആളുകളാണ് ഫർണിച്ചർ സ്വന്തമാക്കാൻ കൊരട്ടിക്കരയിലെ IFA ഷോറൂമിലെത്തിയത്. തിരക്കിനിടയിൽ കുറച്ചാളുകൾ സംഘം ചേർന്ന് മനഃപൂർവ്വം ഷോറൂമിലെ വിൽപ്പന തടസ്സപ്പെടുത്തുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. തുടർന്ന് കുന്നംകുളം പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. ശനിയാഴ്ച വൈകിട്ട് 5 മുതൽ രാത്രി 11 വരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന ആദായ വിൽപ്പന പോലീസിന്റെ നിർദ്ദേശാനുസരണം രാത്രി 7 വരെയാക്കി ചുരുക്കേണ്ടി വന്നു. തിരക്ക് മൂലം ഓഫർ ഉൽപ്പന്നങ്ങൾ ലഭിക്കാത്ത ഉപഭോക്താക്കൾക്ക് വരും ദിവസങ്ങളിൽ നൽകുമെന്ന് കൊരട്ടിക്കര IFA മാനേജ്മെന്റ് അറിയിച്ചു. പുത്തൂർ പഞ്ചായത്തിലെ 13ാം വാർഡിൽ 37 കുടുംബങ്ങൾക്ക് ഭൂമിയുടെ ആധാരം കൈമാറി. ചടങ്ങ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജനപ്രതിനിധികളായ PS ബാബു, ലിബി വർഗീസ്, PS സജിത് തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലുള്ള മൈക്രോ എന്റർപ്രൈസ് റിസോഴ്സ് സെന്റർ മുരിയാട് പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, KU വിജയൻ, ശ്രീജിത്ത് പട്ടത്ത്, സുനിത രവി, M ശാലിനി തുടങ്ങിയവർ സംസാരിച്ചു. മറ്റൊരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി കടന്നുവരുമ്പോൾ തുടർച്ചയായി 25 വർഷം ജനപ്രതിനിധിയായി സേവനമനുഷ്ഠിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗമായ ഖദീജ പുതിയ വീട്ടിൽ. അപ്രതീക്ഷിതമായി പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്ന് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ വലിയ ഭാഗ്യമായാണ് ഇവർ കരുതുന്നത്.
2000 നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കയ്പമംഗലം പഞ്ചായത്തിലെ 2ാം വാർഡിൽ നിന്ന് മത്സരിച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് ഖദീജയുടെ കാൽവെപ്പ്. അടുത്ത ബന്ധുവും നിലവിലെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PM അഹമ്മദാണ് പൊതുപ്രവർത്തന രംഗത്തെ വഴികാട്ടി. തെരഞ്ഞെടുപ്പിൽ പുതുമുഖമായിട്ട് പോലും മുസ്ലിം ലീഗിന്റെ കോട്ടയായ 2ാം വാർഡിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടെ കയ്പമംഗലം പഞ്ചായത്തിന്റെ ഭരണസാരഥികളിൽ ഒരാളായി ഖദീജ മാറി. 2005 3ാം വാർഡിൽ നിന്നായിരുന്നു മത്സരിച്ചത്. അന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് ഖദീജയ്ക്കായിരുന്നു. പ്രവർത്തന മികവും ജനസമ്മതിയും പരിഗണിച്ച് പാർട്ടി വീണ്ടും ഖദീജയെ സ്ഥാനാർത്ഥിയാക്കി. ഇക്കുറി 20ാം വാർഡായിരുന്നു അങ്കത്തട്ട്. അവിടെയും വിജയം ഖദീജയ്ക്കൊപ്പമായിരുന്നു. പിന്നീട് വന്ന 2 തെരഞ്ഞെടുപ്പിലും 20ാം വാർഡിൽ നിന്ന് തന്നെയായിരുന്നു മത്സരിച്ച് വിജയിച്ചത്. 2.5 പതിറ്റാണ്ട് നീണ്ട പൊതുപ്രവർത്തനത്തിനിടയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയ നിരവധി പദവികളിലും ഖദീജ തിളങ്ങി. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചതും കയ്പമംഗലം പഞ്ചായത്തിലെ പകൽ വീട് പ്രവർത്തനം തുടങ്ങിയതും ഖദീജ പുതിയ വീടിന്റെ വാർഡിലാണ്. അന്ന് സലഫി നഗറിൽ അന്ന് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല. എല്ലാവരും കൂടി എന്നെ നിർബന്ധിച്ച് നിർത്തി. അങ്ങനെ അതിവിടെ ഒരു ലീഗിൻ്റെ ഒരു കോട്ടയായിരുന്നു. ഞാൻ CPMൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. അത് മത്സരത്തിൽ നല്ല ഒരു ഭൂരിപക്ഷത്തോടു കൂടി എനിക്ക് വിജയിക്കാൻ സാധിച്ചു. അതിൽ വിജയിച്ച് അവിടെ 5 വർഷം ഞാൻ സേവനമനുഷ്ഠിച്ചു. എനിക്ക് വളരെ താല്പര്യമുണ്ടായി. അവിടെ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനുള്ളൊരു മനസ്സ് എനിക്കുണ്ടായി. പ്രവർത്തനം കണ്ടിട്ടാവണം പാർട്ടി 3ാമതും എന്നെ 20ാം വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചു. അപ്പോൾ പാർട്ടിയുടെ പ്രാതിനിധ്യം അവിടെ കുറവാണെങ്കിലും അവിടെ നമ്മളറിയുന്ന നാട്ടുകാർ, അതായത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും നമ്മളോട് നല്ല രീതിയിലാണ് പെരുമാറിയത്. അവിടെ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ എനിക്ക് ജയിക്കാൻ സാധിച്ചു. ആ പ്രവർത്തനം കൊണ്ട് തന്നെ ആവണം വീണ്ടും വീണ്ടും അങ്ങനെ ഒരു 10 വർഷം കൂടി 20ാം വാർഡിൽ, അങ്ങനെ 15 വർഷം 20ാം വാർഡിൽ തന്നെ ഞാൻ ജനപ്രതിനിധിയായി നിന്നിട്ടുണ്ട്. ഇപ്പോഴും 20ാം വാർഡിലെ ജനപ്രതിനിധിയാണ്. അങ്ങനെ അടുത്തടുത്ത കാലങ്ങളിലായിട്ട് ഒരു 25 വർഷം എനിക്ക് പഞ്ചായത്ത് മെമ്പറായി പൂർത്തീകരിക്കാൻ സാധിച്ചു. 25 വർഷം തുടർച്ചയായി മെമ്പറുടെ കുപ്പായമണിഞ്ഞെങ്കിലും ഇനി ഒരു മത്സരത്തിന് താനില്ലെന്നാണ് ഖദീജയുടെ മറുപടി. കഴിവുള്ള യുവത്വം പൊതുപ്രവർത്തന രംഗത്തേക്ക് കൂടുതലായി കടന്നുവരുന്ന ഇക്കാലത്ത് അവർക്കു വേണ്ടി വഴി മാറിക്കൊടുക്കാനാണ് താൽപര്യമെന്നും ഖദീജ വ്യക്തമാക്കി. TCV ന്യൂസ്, കയ്പമംഗലം. BJPയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭയിലെ പൊറത്തിശ്ശേരി പാറപ്പുറം സാംസ്കാരിക നിലയത്തിൽ ജനകീയ ഉദ്ഘാടനം നടത്തി. കൗൺസിലർ വിജയകുമാരി അനിലൻ നേതൃത്വം നൽകി. പൊതുജനങ്ങൾക്ക് സാംസ്കാരിക നിലയം തുറന്നു നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ജനകീയ ഉദ്ഘാടനം നടത്തിയത്. കൗൺസിലർമാരായ സ്മിത കൃഷ്ണകുമാർ, അമ്പിളി ജയൻ, നേതാക്കളായ KP ഉണ്ണികൃഷ്ണൻ, സൂരജ് കടുങ്ങാടൻ, BC രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു. യുവ ഫോട്ടോഗ്രാഫറെ കാണാനില്ലെന്ന് വടക്കാഞ്ചേരി പോലീസിൽ പരാതി. മുള്ളൂർക്കര ഇല്ലിക്കോട്ടിൽ വീട്ടിൽ 25 വയസ്സുള്ള റിൻഷാദിനെയാണ് നവംബർ 5-ാം തീയതി മുതൽ കാണാനില്ലെന്ന് പറഞ്ഞ് ബന്ധുക്കൾ പരാതി നൽകിയത്. 29-ാം തീയതി ബാംഗ്ലൂരിലേക്ക് പോയ ഇയാൾ നവംബർ 5-നാണ് അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത്. ബോൺമാരോ രോഗം ബാധിച്ച് മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന ചെമ്മത്തിട്ട കാളിയടത്ത് മനോജ്, സുധ ദമ്പതികളുടെ മക്കളായ അവനിക, ആയുഷ് എന്നിവരുടെ ചികിത്സാ സഹായ നിധിയിലേക്ക് മത്സ്യവിതരണം അനുബന്ധ തൊഴിലാളി യൂണിയൻ കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി സ്വരൂപിച്ച ഫണ്ട് കൈമാറി. മത്സ്യം കച്ചവടം ചെയ്ത് സമാഹരിച്ച 1,33,660 രൂപയാണ് ചികിത്സാ സഹായ സമിതി കൺവീനർ സജിക്ക് കൈമാറിയത്. വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ് മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി KM അലി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഏരിയ പ്രസിഡന്റ് KA അസീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, മത്സ്യത്തൊഴിലാളി യൂണിയൻ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീർ വെള്ളത്തേരി, സെക്രട്ടറി ശ്രീനിഷ് കടങ്ങോട്, PS പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആശാ വർക്കർമാർക്കുള്ള ഡൈനിംഗ് റൂമിന്റെ ഉദ്ഘാടനം തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ശ്രീരേഖ തുടങ്ങിയവർ സംസാരിച്ചു. സൗകര്യങ്ങളില്ല, വലിച്ചെറിയപ്പെടുന്ന ഒരു അവസ്ഥ, ആംബുലൻസ് ഇല്ല. വടക്കാഞ്ചേരി കൾച്ചറൽ കൺവെൻഷൻ സെന്റർ നിർമ്മാണത്തിനുള്ള മണ്ണ് പരിശോധന ആരംഭിച്ചു. കൃഷിഭവനോട് ചേർന്നുള്ള സ്ഥലത്താണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. പദ്ധതിക്കായി 9 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് സ്ഥലം സന്ദർശിച്ച സേവിയർ ചിറ്റരപ്പള്ളി MLA പറഞ്ഞു.
തിരുവല്ലാമല ആക്കപ്പറമ്പ് റോഡ് നവീകരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഷബ്ന, പ്രശാന്തി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങാട് സെന്റ് തോമസ് ദേവാലയത്തിൽ നടന്ന സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ പോൾ മുട്ടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ യേശുദാസ് ചുങ്കത്ത് സഹകാർമ്മികനായിരുന്നു. ഫാദർ ഡിറ്റോ കൂള തിരുനാൾ സന്ദേശം നൽകി. തിരുനാൾ പ്രദക്ഷിണവും സമർപ്പിത സംഗമവും നടന്നു. ജില്ലാ പഞ്ചായത്തും പാണഞ്ചേരി പഞ്ചായത്തും ചേർന്ന് പട്ടിക്കാട് സെന്ററിൽ നിർമ്മിച്ച ഹാപ്പിനെസ് പാർക്ക് പ്രവർത്തനം തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി സജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി, ജനപ്രതിനിധികളായ സാവിത്രി സദാനന്ദൻ, ഫ്രാൻസീന ഷാജു, കെ വി അനിത, ഇ ടി ജലജൻ തുടങ്ങിയവർ സംസാരിച്ചു. എഴുത്തിന്റെ 50 വർഷങ്ങൾ പൂർത്തീകരിച്ച കവി ഇ ജിനനെ മതിലകത്തെ ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതി ആദരിച്ചു. ഇ ടി ടൈസൺ MLA ആദരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ആദരപത്രം സമർപ്പിച്ചു. ചങ്ങാതിക്കൂട്ടം വൈസ് പ്രസിഡന്റ് റസിയ സുൽത്താൻ അധ്യക്ഷനായിരുന്നു. ടി കെ ഗംഗാധരൻ, ടി കെ മീരാഭായ്, യു കെ സുരേഷ് കുമാർ, കൃഷ്ണൻ സൗവർണിക തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ട പോലെ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായി എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഒപ്പമുള്ള ഒരു കൂട്ടുകാരനോ ജനത പറഞ്ഞ പ്രയോഗങ്ങൾ ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,285 രൂപ, പവന് 89,480 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. ഏനമാവിലെ കുപ്പിക്കഴുത്ത് യാത്രാ ദുരിതം വർദ്ധിപ്പിക്കുന്നു. വീതി കുറഞ്ഞ റോഡിൽ വാഹനങ്ങൾ വരി കിടക്കേണ്ടി വരുന്നത് മണിക്കൂറുകളോളം. കുതിരാനിൽ ഒറ്റയാനെ പിടികൂടാൻ നടപടികൾ ഊർജിതമാക്കിയ വനം വകുപ്പ്. കുതിരാനിൽ തുരങ്കം വന്നതിന് ശേഷമാണ് പ്രദേശത്ത് വന്യമൃഗശല്യം വർദ്ധിച്ചതെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മാണത്തിന് മുകേഷ് അംബാനി 15 കോടി രൂപയുടെ ചെക്ക് കൈമാറി. ആശുപത്രി നിർമ്മാണത്തിന് 58 കോടി രൂപയുടെ പദ്ധതിയാണ് ദേവസ്വം സമർപ്പിച്ചിട്ടുള്ളത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.